Once again, all of you, welcome back to my YouTube channel. My name is Adira. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ആതിര. So today we are going to discuss about the second chapter of CBSE class 10. നമ്മൾ ഇന്ന് 10th സ്റ്റാൻഡേർഡ് CBSEയിലെ 10th സ്റ്റാൻഡേർഡ് കുട്ടികളുടെ സെക്കൻഡ് ചാപ്റ്റർ ആയ ആസിഡ് ബേസ് ആൻഡ് സാൾട്ട് എന്ന ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിൽ ആസിഡിനെ പറ്റിയും ബേസിനെ പറ്റിയും സാൾട്ടിനെ പറ്റിയും അതിന്റെ കെമിക്കൽ റിയാക്ഷനും പ്രോപ്പർട്ടീസ് തുടങ്ങിയ കാര്യങ്ങളാണ് മെയിൻ ആയിട്ടും പറയുന്നത്. അപ്പം സോ വി ആർ ഡെയിലി യൂസിങ് ആസിഡ് ബേസ് ആൻഡ് സാൾട്ട് ഇൻ അവർ ഡെയിലി ലൈഫ്. നമ്മൾ നിത്യജീവിതത്തിൽ ആസിഡ് ബേസ് സാൾട്ട് തുടങ്ങിയ സാധനങ്ങൾ ഉപയോഗിക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ വിനെഗർ, ഈ പിക്കിളൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിനകത്ത് അതെന്താ കഴിക്കാൻ റിൻസിഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനകത്ത് ഈ വിനാഗിരി എന്ന് പറയുന്ന വസ്തു ആഡ് ചെയ്യാറുണ്ട്. സോ വിനാഗർ മീൻസ് അതിനകത്ത് എന്തുണ്ട്, അസെറ്റിക് ആസിഡ് ഉണ്ട്. ഓക്കെ, ഇപ്പൊ ഡെയിലി ലൈഫിൽ നമ്മൾ പിക്കിൾ എല്ലാവരും യൂസ് ചെയ്യാറുണ്ട്, അച്ചാർ. അതിനകത്ത് അത് എന്താ പൂത്തു പോകാതിരിക്കാൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിനകത്ത് ആഡ് ചെയ്യുന്ന ഒരു സാധനമാണ് വിനാഗിരി എന്ന് പറയുന്നത്. അതിനകത്തൊരു ആസിഡ് ഉണ്ട്, അസെറ്റിക് ആസിഡ്. പിന്നെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യും സോപ്പ്. ഓക്കെ, അപ്പം എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് സോപ്പ്. അതിനകത്തൊരു ബേസ് ഉണ്ട്, സോഡിയം ഹൈഡ്രോക്സൈഡ്. പിന്നെ ആഹാരം നിർമ്മിക്കുന്ന സമയത്ത് നമ്മൾ അത് ആഡ് ചെയ്ത് കൊടുക്കുന്ന ഉപ്പ്, സാൾട്ട് അല്ലെ, അതും ഒരു സാൾട്ടിന് എക്സാമ്പിൾ ആണ്. അപ്പം ഡെയിലി ലൈഫിൽ, ഡേ ടു ഡേ ലൈഫിൽ വി ഓൾ ആർ യൂസിങ് ആസിഡ് ബേസസ് ആൻഡ് സാൾട്ട്. നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ എല്ലാവരും ആസിഡും ബേസും സാൾട്ടും എല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. അതിന്റെ കെമിക്കൽ റിയാക്ഷനോ പ്രോപ്പർട്ടീസോ ഒന്നും അറിഞ്ഞില്ല നമ്മൾ ആരും അതൊന്നും യൂസ് ചെയ്യുന്നത്. So in this chapter we are going to discussing about properties, reactions of these acid bases and salt. So we can move to some basic concepts of this chapter. അപ്പം നമ്മൾ ആദ്യം അങ്ങ് ചാപ്റ്ററിലോട്ട് കിടക്കുന്നില്ല, കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പഠിച്ച് തുടങ്ങാം. സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ആസിഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം എന്ത് ടേസ്റ്റാ, സോ ടേസ്റ്റ് ആണ് അല്ലെ. ആസിഡ് മീൻസ് സോ ടേസ്റ്റ്, അതർവൈസ് ഷാർപ്പ് ടേസ്റ്റ് എന്നാണ് ഈ ആസിഡ് എന്നതിന്റെ ഒരു മീനിങ് എന്ന് പറയുന്നത്. സോ ടേസ്റ്റ്, അതർവൈസ് ഷാർപ്പ് ടേസ്റ്റ്. ദെൻ ഈ ആസിഡിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, ആസിഡ്സ് വി ക്യാൻ ക്ലാസിഫൈഡ് ഇൻ ടു ടൈപ്സ്. ഫസ്റ്റ് വൺ ഓർഗാനിക്, സെക്കൻഡ് വൺ ഇൻഓർഗാനിക്. ഓക്കെ, ഓർഗാനിക് എന്നും ഇൻഓർഗാനിക് എന്നും നമുക്ക് ആസിഡിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഓർഗാനിക് മീൻസ് നാച്ചുറലി ഒക്കറിങ്, ദെൻ ഇൻഓർഗാനിക് മീൻസ് സിന്തറ്റിക്. ഓക്കെ, അപ്പം ഓർഗാനിക് മീൻസ് എന്താണ്, നമ്മുടെ നാച്ചുറൽ ആയിട്ട് നേച്ചറിൽ തന്നെ കാണുന്നതാണ് ഓർഗാനിക് ആസിഡ്സ് എന്ന് പറയുന്നത്. ദെൻ ഇൻഓർഗാനിക് ആസിഡ് മീൻസ് മിനറൽസിൽ നിന്ന് നമ്മളായിട്ട് പ്രിപ്പയർ ചെയ്തെടുക്കുന്നതാണ് ഇൻഓർഗാനിക് ആസിഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഓർഗാനിക് ആസിഡിന് കുറച്ച് എക്സാമ്പിൾസ് ഞാൻ പറയാം. സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് lactic acid. Okay, lactic acid, we all know about that lactic acid present in milk. ലാക്റ്റിക് ആസിഡ് കാണപ്പെടുന്നത് മിൽക്കിലാണ്. ദെൻ സിട്രസ് ആസിഡ് മീൻസ് സിട്രിക് ആസിഡ് സിട്രസ് ഫ്രൂട്ട്സിൽ കാണപ്പെടുന്ന ഒരു ആസിഡ് ആണ് സിട്രിക് ആസിഡ് എന്ന് പറയുന്നത്. അപ്പം ഇതെല്ലാം എന്തിന് എക്സാമ്പിൾ ആണ്, ഓർഗാനിക് ആസിഡിന് എക്സാമ്പിൾ ആണ്. ദെൻ ഇൻഓർഗാനിക് ആസിഡ് മീൻസ് എന്ന് വെച്ചാൽ മെയ്ഡ് ഫ്രം ഇൻഓർഗാനിക് മിനറൽസ്. ഇൻഓർഗാനിക് ആയിട്ടുള്ള മിനറൽസിൽ നിന്ന് അല്ലെങ്കിൽ നമ്മൾ സിന്തറ്റിക് ആയിട്ട് പ്രിപ്പയർ ചെയ്തെടുക്കുന്നതാണ് ഇൻഓർഗാനിക് ആസിഡ്സ് പറയുന്നത്. മീൻസ് ലാബിൽ യൂസ് ചെയ്യുന്ന ഹൈഡ്രോക്ലോറിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്, നൈട്രിക് ആസിഡ്, ഫോസ്ഫോറിക് ആസിഡ്, ഇതെല്ലാം ഇൻഓർഗാനിക് ആസിഡിന് എക്സാമ്പിൾ ആണ്. സോ ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് ആസിഡ് നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, ഓർഗാനിക് എന്നും ഇൻഓർഗാനിക് എന്നും. ഓർഗാനിക് മീൻസ് നാച്ചുറലി ഒക്കറിങ് ആയിരിക്കും, ഇൻഓർഗാനിക് മീൻസ് മിനറൽസിൽ നിന്ന് നമ്മളായിട്ട് പ്രിപ്പയർ ചെയ്തെടുക്കുന്നതാണ് ഇൻഓർഗാനിക് ആസിഡ് എന്ന് പറയുന്നത്. ഓർഗാനിക് ആസിഡ്സിന് എക്സാമ്പിൾ എന്ന് പറയുമ്പം ലാക്റ്റിക് ആസിഡ്, സിട്രിക് ആസിഡ് തുടങ്ങിയത്. ഇൻഓർഗാനിക് പറയുമ്പം ഹൈഡ്രോക്ലോറിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്, നൈട്രിക് ആസിഡ്, ഫോസ്ഫോറിക് ആസിഡ്സ് ആർ എക്സാമ്പിൾസ് ഓഫ് ഇൻഓർഗാനിക് ആസിഡ്സ്. ദെൻ ഓർഗാനിക് ആസിഡ് ഞാൻ കുറച്ച് ആസിഡുകളുടെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുമ്പോൾ അസെറ്റിക് ആസിഡ്. ഫസ്റ്റ്ലി നമ്മൾ പറഞ്ഞു വിനെഗറിനകത്ത് കാണപ്പെടുന്ന ആസിഡ് ആണ് അസെറ്റിക് ആസിഡ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് സിട്രിക് ആസിഡ്. ഓക്കെ, സിട്രിക് ആസിഡ് മീൻസ് സിട്രസ് ആയിട്ടുള്ള ഫ്രൂട്ട്സിനകത്ത് കാണപ്പെടുന്നതാണ് സിട്രിക് ആസിഡ് എന്ന് പറയുന്നത്. ദെൻ തേർഡ് വൺ എന്ന് പറയുന്നത് ഫോമിക് ആസിഡ്. ഫോമിക് ആസിഡ് എന്ന് പറയുമ്പോൾ ആൻസ്റ്റിങ്, ഈ ആൻഡ് ഉറുമ്പ് നമ്മളെ കടിക്കുന്ന സമയത്ത് നമുക്ക് എന്താ ഉണ്ടാവണം, ഒരു ഇച്ചിങ് പോലെ തോന്നാറുണ്ട്. ഇത് നമ്മൾക്കുള്ളിൽ ഫോമിക് ആസിഡിനെ ഇൻജെക്ട് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് ആ ഒരു ഇച്ചിങ് ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ ബീസ് ഒക്കെ അവരുടെ എല്ലാം ശരീരത്തിൽ കാണപ്പെടുന്ന ഒരു ആസിഡ് ആണ് ഫോമിക് ആസിഡ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ലാക്റ്റിക് ആസിഡ് പറഞ്ഞിരുന്നു, മിൽക്കിലുള്ളതാണ് ലാക്റ്റിക് ആസിഡ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഓക്സാലിക് ആസിഡ്. ഓക്സാലിക് ആസിഡ് സ്പിനാച്ച്, ചീര ഉണ്ടല്ലോ, അതിൽ കാണപ്പെടുന്നതാണ് ഓക്സാലിക് ആസിഡ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ടാർട്ടാറിക് ആസിഡ്. ടാമറിന്റെ, ഗ്രേപ്സ് തുടങ്ങിയതിനകത്ത് കാണപ്പെടുന്ന ആസിഡ് ആണ് ടാർട്ടാറിക് ആസിഡ് എന്ന് പറയുന്നത്. സോ ഓർഗാനിക് ആസിഡിന് കുറച്ച് എക്സാമ്പിൾസ് ആണ്. ഫസ്റ്റ് വൺ പറഞ്ഞത് അസെറ്റിക് ആസിഡ്, സെക്കൻഡ് വൺ പറഞ്ഞത് സിട്രിക് ആസിഡ്, തേർഡ് ഫോമിക്, നെക്സ്റ്റ് ഫോമിക് ആസിഡ്, നെക്സ്റ്റ് പറഞ്ഞത് ഓക്സാലിക്, ലാസ്റ്റ് പറഞ്ഞത്
ടാർട്ടാറിക് ആസിഡ്. ഇതെല്ലാം ഓർഗാനിക് ആസിഡുകൾക്ക് എക്സാമ്പിൾ ആണ്. ഒന്നുകിൽ പ്ലാന്റ്സ് അല്ലെങ്കിൽ അനിമൽസിന്റെ ബോഡിയിൽ കാണപ്പെടുന്നതാണ് ഓർഗാനിക് ആസിഡ്സ്. ഇതൊന്നും നമ്മളായിട്ട് അവർക്കുള്ളിൽ കൊണ്ടുവച്ചതല്ല, അത് നോർമലി അവർക്കുള്ളിൽ തന്നെ ഉള്ളതാണ്. സച്ച് ആസിഡ്സ് ആർ നോൺ ആസ് ഓർഗാനിക് ആസിഡ്സ്. ദെൻ സെക്കൻഡ് വൺ ഇനോർഗാനിക് ആസിഡ്സ്. സോ ഇനോർഗാനിക് ആസിഡ് മീൻസ് ലാബിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ആസിഡ്സ് ആണ് ഇനോർഗാനിക് ആസിഡ് എന്ന് പറയുന്നത്. ഹൈഡ്രോക്ലോറിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്, നൈട്രിക് ആസിഡ്, ഫോസ്ഫോറിക് ആസിഡ്. അപ്പോൾ ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ ഫോർമുല എന്ന് പറയുന്നത് HCl. ഓക്കെ, ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ ഫോർമുല HCl. Then nitric acid HNO3, nitric acid HNO3, sulfuric acid H2SO4, then phosphoric acid H3PO4. ഓക്കെ, H3PO4 ആണ് ഫോസ്ഫോറിക് ആസിഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇതെല്ലാം എന്തിന് എക്സാമ്പിൾസ് ആണ്? ഇനോർഗാനിക് ആസിഡ്സ് മീൻസ് സിന്തറ്റിക് ആസിഡ്സ് ആണ് ഇനോർഗാനിക് ആസിഡ്സ്. മിനറൽസിൽ നിന്ന് നമ്മൾ മേഡ് ചെയ്യുന്നതാണ്, ഇനോർഗാനിക് ആയിട്ടുള്ള മിനറൽസിൽ നിന്ന് നമ്മൾ മേഡ് ചെയ്യുന്നതാണ് സിന്തറ്റിക് ആസിഡ്സ് എന്ന് പറയുന്നത്. ഇപ്പം ആസിഡ്, ബേസ്. ആസിഡ്സിന് നമുക്ക് രണ്ടായിട്ട് ക്ലാസ് ചെയ്യാം, ഓർഗാനിക് എന്നും ഇനോർഗാനിക് എന്നും. പ്ലാന്റ്സിലും അനിമൽസിലും കാണപ്പെടുന്നതാണ് ഓർഗാനിക് ആസിഡ്. സിന്തറ്റിക് ആസിഡ്സ് മീൻസ് ഇനോർഗാനിക് ആയിട്ടുള്ള മിനറൽസിൽ നിന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്തെടുക്കുന്നതാണ് സിന്തറ്റിക് ആസിഡ്സ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ഈ ആസിഡിന് ഒരു ഡെഫിനിഷൻ കൊടുക്കുകയാണെങ്കിൽ കൺസെപ്ച്വൽ ആയിട്ട് ഒരു ഡെഫിനിഷൻ ഉണ്ട്, എക്സ്പെരിമെന്റൽ ആയിട്ടും ആസിഡിന് ഡെഫിനിഷൻ ഉണ്ട്. അപ്പൊ എക്സ്പെരിമെന്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്പെരിമെന്റ് ചെയ്ത് ഒബ്സർവ് ചെയ്തതിന്റെ ബേസിൽ നമ്മൾ എടുക്കുന്നതാണ് എക്സ്പെരിമെന്റൽ ഡെഫിനിഷൻസ് എന്ന് പറയുന്നത്. ഇപ്പം ലിറ്റ്മസുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്ത് കളർ കിട്ടുന്നു, മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, അങ്ങനെ നമ്മൾ ഓരോന്ന് കണ്ടെത്തി എഴുതുന്നതാണ് എക്സ്പെരിമെന്റൽ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. കൺസെപ്ച്വൽ എന്ന് പറയുമ്പോൾ അതല്ലാണ്ട് ഒരു സയന്റിസ്റ്റ് കണ്ടെത്തിയതാണ് കൺസെപ്ച്വൽ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് വൺ ഓപ്പറേഷണൽ ഡെഫിനിഷൻ. അപ്പം രണ്ട് ഡെഫിനിഷൻ ആസിഡിന് പറയാം, കൺസെപ്ച്വലും ഉണ്ട്, experimental one. So we are moving to the topic experimental definition. So first one changes blue litmus to red. ആസിഡിനകത്ത് നമ്മൾ ബ്ലൂ ലിറ്റ്മസ് ഡിപ്പ് ചെയ്യുകയാണെങ്കിൽ അത് റെഡ് കളറിലേക്ക് ചേഞ്ച് ചെയ്യും. അതൊരു ഒബ്സർവേഷനാണ്. അത് ഡിപ്പ് ചെയ്യുമ്പം ഇന്ന കളറിലേക്ക് മാറും. അതുകൊണ്ട് അത് എക്സ്പെരിമെന്റ് വഴി കണ്ടെത്തിയതായതുകൊണ്ട് നമുക്ക് അതിനെ എന്തിൽ ഉൾപ്പെടുത്താം? എക്സ്പെരിമെന്റൽ ഡെഫിനിഷനിൽ ഉൾപ്പെടുത്താം. ആസിഡിനകത്ത് നമ്മളൊരു ബ്ലൂ ലിറ്റ്മസ് ഡിപ്പ് ചെയ്യുമ്പം അത് റെഡ് കളറിലേക്ക് ചേഞ്ച് ചെയ്യും. ദെൻ സെക്കൻഡ് വൺ, ന്യൂട്രലൈസ് എ ബേസ് ടു ഫോം സാൾട്ട് ആൻഡ് വാട്ടർ. ഓക്കെ, ഈ ആസിഡ് ഒരു ബേസുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ ആണ് നടക്കുന്നത് നമുക്കറിയാം. ആസിഡ് റിയാക്ട്സ് വിത്ത് ബേസ് ടു ഫോം സാൾട്ട് ആൻഡ് വാട്ടർ. ആസിഡും ബേസും റിയാക്ട് ചെയ്യുമ്പോൾ നടക്കുന്ന റിയാക്ഷന്റെ പേര് ന്യൂട്രലൈസേഷൻ. ഫോം ചെയ്യുന്നത് സാൾട്ടും വാട്ടറും ആയിരിക്കും. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഗീവ് ഔട്ട് ഹൈഡ്രജൻ ഗ്യാസ് ഓൺ റിയാക്ടിങ് വിത്ത് റിയാക്റ്റീവ് മെറ്റൽസ്. ആസിഡും മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്യുമ്പം ഹൈഡ്രജൻ ഗ്യാസിനെ അത് ഇവോൾവ് ചെയ്യാറുണ്ട്. സോ ഫസ്റ്റ് വൺ പറഞ്ഞത് ആസിഡിൽ നമ്മൾ ഒരു ബ്ലൂ ലിറ്റ്മസ് ഡിപ്പ് ചെയ്യുമ്പോൾ റെഡ് കളറിലേക്ക് ചേഞ്ച് ആവുന്നു. സെക്കൻഡ് വൺ പറഞ്ഞതെന്ന് വെച്ചാൽ ആസിഡും ബേസുമായിട്ട് റിയാക്ട് ചെയ്യുമ്പം ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ നടന്ന് സാൾട്ടും വാട്ടറും ഫോം ചെയ്യും. തേർഡ് പറഞ്ഞത് ആസിഡ് ഒരു മെറ്റലുമായിട്ട് റിയാക്റ്റീവ് മെറ്റൽസുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഹൈഡ്രജൻ ഗ്യാസിനെ ഇവോൾവ് ചെയ്യാറുണ്ട്. ഇതെല്ലാം എക്സ്പെരിമെന്റൽ ഡെഫിനിഷൻ ആണ്. ദെൻ ഫോർത്ത് വൺ എന്ന് പറയുന്നത് ലിബറേറ്റ് കാർബൺ ഡയോക്സൈഡ് ഫ്രം കാർബണേറ്റ്സ് ആൻഡ് ബൈകാർബണേറ്റ്സ്. ആസിഡും കാർബണേറ്റോ ബൈകാർബണേറ്റോ ആയിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് കാർബൺ ഡയോക്സൈഡ് ഗ്യാസിനെ ഇവോൾവ് ചെയ്യാറുണ്ട്. കാർബണേറ്റോ ബൈകാർബണേറ്റോ. കാർബണേറ്റ് മീൻസ് CO3, ബൈകാർബണേറ്റ് മീൻസ് HCO3. ഓക്കെ, അപ്പം ഈ ഫങ്ഷണൽ ഗ്രൂപ്പ് വരുന്നതുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഈ ആസിഡുകൾ റിലീസ് ചെയ്യുന്നത് കാർബൺ ഡയോക്സൈഡ് ഗ്യാസിനെ ആയിരിക്കും. സോ ഫോർത്ത് വൺ എന്ന് പറയുന്നത് ആസിഡ്സ് റിയാക്ട്സ് വിത്ത് കാർബണേറ്റ് ഓർ ബൈകാർബണേറ്റ് ടു ഫോം കാർബൺ ഡയോക്സൈഡ് ഗ്യാസ്. കാർബണേറ്റോ ബൈകാർബണേറ്റോ ആയിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് കാർബൺ ഡയോക്സൈഡ് ഗ്യാസിനെ റിലീസ് ചെയ്യുന്നു. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് റിയാക്ട്സ് വിത്ത് മെറ്റൽ ഓക്സൈഡ് ടു ഫോം സാൾട്ട് ആൻഡ് വാട്ടർ. മെറ്റൽ ഓക്സൈഡുമായിട്ടാണ് ആസിഡ് റിയാക്ട് ചെയ്യുന്നതെങ്കിൽ അത് ഫോം ചെയ്യുന്നത് സാൾട്ടും വാട്ടറും ആയിരിക്കും. മെറ്റൽ ഓക്സൈഡുമായിട്ട് ആസിഡ് റിയാക്ട് ചെയ്യുമ്പോൾ ഫോം ചെയ്യുന്നത് സാൾട്ടും വാട്ടറും ആയിരിക്കും. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് റിയാക്ട്സ് വിത്ത് മെറ്റൽ സൾഫൈഡ് ടു ഫോം ഹൈഡ്രജൻ സൾഫൈഡ്. ഈ ആസിഡ് മെറ്റലിന്റെ ഒരു സൾഫൈഡുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നതെങ്കിൽ ഹൈഡ്രജൻ സൾഫൈഡ് എന്ന ഗ്യാസിനെ റിലീസ് ചെയ്യാറുണ്ട്. ദെൻ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് റിയാക്ട്സ് വിത്ത് സൾഫൈഡ്സ് ടു ഫോം സൾഫർ ഡയോക്സൈഡ്. സൾഫൈറ്റുകളുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നതെങ്കിൽ അത് സൾഫർ ഡയോക്സൈഡ് ഗ്യാസിനെ ആയിരിക്കും റിലീസ് ചെയ്യുന്നത്. ടോട്ടലി നമ്മൾ 7 കാര്യം പറഞ്ഞു. ഫസ്റ്റ് വൺ നമുക്ക് എല്ലാവർക്കും അറിയാം, ബ്ലൂ ലിറ്റ്മസിനെ റെഡിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. സെക്കൻഡ് വൺ ആസിഡും ബേസും റിയാക്ട് ചെയ്യുമ്പോൾ ന്യൂട്രലൈസേഷൻ നടന്ന് സാൾട്ടും വാട്ടറും ഫോം ചെയ്യുന്നു. ദെൻ തേർഡ് വൺ എന്ന് പറഞ്ഞത് അത്
കാർബണേറ്റോ ബൈകാർബണേറ്റോ ആയിട്ട് റിയാക്ട് ചെയ്യുമ്പം കാർബൺ ഡയോക്സൈഡ് ഗ്യാസിനെ റിലീസ് ചെയ്യും. കാർബണേറ്റോ ബൈകാർബണേറ്റോ ആയിട്ട് റിയാക്ട് ചെയ്യുമ്പം കാർബൺ ഡയോക്സൈഡ് ഗ്യാസിനെ റിലീസ് ചെയ്യും. മെറ്റൽസുമായിട്ട് റിയാക്ട് ചെയ്യുമ്പം ഹൈഡ്രജൻ ഗ്യാസിനെ റിലീസ് ചെയ്യും. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് വാട്ടർ മെറ്റൽ ഓക്സൈഡുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നതെങ്കിൽ റിയാക്ട്സ് വിത്ത് മെറ്റൽ ഓക്സൈഡ് ടു ഫോം സാൾട്ട് ആൻഡ് വാട്ടർ. മെറ്റൽ ഓക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴും സാൾട്ടും വാട്ടറും ഫോം ചെയ്യും. ദെൻ സൾഫൈഡുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നതെങ്കിൽ മെറ്റൽ സൾഫൈഡുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നതെങ്കിൽ ഹൈഡ്രജൻ സൾഫൈഡ് ഫോം ചെയ്യും. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സൾഫൈഡ്സുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നതെങ്കിൽ സൾഫർ ഡയോക്സൈഡ് ഫോം ചെയ്യും. ബ്ലൂ ലിറ്റ്മസിനെ റെഡ് ആക്കും. ആസിഡും ബേസും കൂടെ റിയാക്ട് ചെയ്ത് ന്യൂട്രലൈസേഷൻ നടന്ന് സാൾട്ടും വാട്ടറും ഫോം ചെയ്യും. മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്യുമ്പം ഹൈഡ്രജൻ ഗ്യാസിനെ റിലീസ് ചെയ്യും. കാർബണേറ്റോ ബൈകാർബണേറ്റോ ആയിട്ട് റിയാക്ട് ചെയ്യുമ്പം കാർബൺ ഡയോക്സൈഡ് ഗ്യാസിനെ റിലീസ് ചെയ്യും. മെറ്റൽ സൾഫൈഡുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നതെങ്കിൽ മെറ്റൽ സൾഫൈഡുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഹൈഡ്രജൻ സൾഫൈഡ് ഫോം ചെയ്യും. സൾഫൈഡ്സുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നതെങ്കിൽ സൾഫർ ഡയോക്സൈഡ് ഗ്യാസ് റിലീസ് ചെയ്യും. അതുപോലെ മെറ്റൽ ഓക്സൈഡുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നതെങ്കിൽ സാൾട്ടും വാട്ടറും ഫോം ചെയ്യും. ഇതെല്ലാം എക്സ്പെരിമെന്റൽ ഡെഫിനിഷൻ ഓഫ് ആസിഡ്. എല്ലാം ലാബിൽ നമ്മൾ ചെയ്ത് കണ്ടെത്തിയ ഒബ്സർവേഷൻ ആയതുകൊണ്ട് ഓൾ ദീസ് ആർ നോൺ ആസ് എക്സ്പെരിമെന്റൽ ഡെഫിനിഷൻ ഓഫ് ആസിഡ്സ്. ഓക്കെ, ഇതെല്ലാം പറയുന്നത് എക്സ്പെരിമെന്റൽ ഡെഫിനിഷൻ ഓഫ് ആസിഡ്സ് ആണ്. ഈ പറഞ്ഞ ഇത്രയും 7 പോയിന്റ്സ്. ബ്ലൂ ലിറ്റ്മസിനെ റെഡ് ആക്കുന്നു. ആസിഡും ബേസും റിയാക്ട് ചെയ്ത് സാൾട്ടും വാട്ടറും ഫോം ചെയ്യുന്നു. റിയാക്റ്റീവ് മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഹൈഡ്രജൻ ഗ്യാസ് ഫോം ചെയ്യുന്നു. കാർബണേറ്റോ ബൈകാർബണേറ്റോ ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ കാർബൺ ഡയോക്സൈഡ് ഗ്യാസിനെ റിലീസ് ചെയ്യുന്നു. സൾഫൈഡ്സുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നതെങ്കിൽ സൾഫർ ഡയോക്സൈഡ് ഗ്യാസിനെ റിലീസ് ചെയ്യുന്നു. മെറ്റൽ ഓക്സൈഡുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നതെങ്കിൽ സാൾട്ടും വാട്ടറും ഫോം ചെയ്യുന്നു. ഇനി ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നു, മെറ്റലിന്റെ സൾഫൈഡ്സുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത് സൾഫൈഡുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നതെങ്കിൽ ഹൈഡ്രജൻ സൾഫൈഡിനെ റിലീസ് ചെയ്യുന്നു. ദീസ് ആർ എക്സ്പെരിമെന്റൽ അതർവൈസ് എക്സ്പെരിമെന്റൽ ഡെഫിനിഷൻ ഓഫ് ആസിഡ്സ്. ദെൻ നെക്സ്റ്റ് we are moving to conceptual definition. Okay, we are moving to the topic conceptual definition of acids. ഈ conceptual definition കണ്ടെത്തിയത് അറീനിയസ് എന്നൊരു സയന്റിസ്റ്റ് ആയിരുന്നു. അദ്ദേഹം കണ്ടെത്തിയത് കൊണ്ട് തന്നെ നമ്മൾ അതിനെ എന്തെന്ന് അറീനിയസ് തിയറി എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്. സോ ദ കൺസെപ്ച്വൽ ഡെഫിനിഷൻ ഓഫ് ആസിഡ് ഈസ് ഡിസ്കവേർഡ് ബൈ അറീനിയസ്. സോ ദ തിയറി ഈസ് നോൺ ആസ് അറീനിയസ് തിയറി. ദെൻ അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ an acid is defined as a substance which ionizes and give H plus means hydrogen ion when it is dissolved in water. അപ്പൊ അദ്ദേഹം കണ്ടെത്തിയത് ഈ അറീനിയസ് കണ്ടെത്തിയത് എന്താന്ന് വെച്ചാൽ ഈ ആസിഡിനെ നമ്മൾ വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്ന സമയത്ത് അത് H പ്ലസ് മീൻസ് ഹൈഡ്രജൻ അയോൺസിനെ എന്ത് ചെയ്യും റിലീസ് ചെയ്യുമെന്ന് അറീനിയസ് കണ്ടെത്തി. സോ ദാറ്റ് ഈസ് നോൺ ആസ് കൺസെപ്ച്വൽ ഡെഫിനിഷൻ ഓഫ് ആസിഡ്സ്. സോ ദ തിയറി ഈസ് നോൺ ആസ് അറീനിയസ് തിയറി. ഓക്കെ, കൺസെപ്ച്വൽ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ആസിഡിനെ നമ്മൾ വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്ന സമയത്ത് H പ്ലസ് അയോൺസിനെ അത് എന്ത് ചെയ്യും റിലീസ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ നമ്മൾ HCl എടുക്കാന്ന് കരുതാം. HCl നമ്മളിപ്പം ഡൈലൂട്ട് ചെയ്ത മീൻസ് അതിനകത്ത് എന്തുണ്ട് വാട്ടർ ഉണ്ട്. അത് എന്തൊക്കെ ആയിട്ടാണ് മാറുന്നത് H പ്ലസും Cl മൈനസ്. കാരണം H പ്ലസിനെ അവിടെ എന്ത് ചെയ്തു റിലീസ് ചെയ്തു. ദെൻ സെക്കൻഡ് വൺ H2SO4 അത് എന്താണ് 2H പ്ലസ് ആയിട്ട് മാറുന്നുണ്ട്. ഇനി നമ്മൾ H3PO4 ആണ് എടുക്കുന്നതെങ്കിൽ 3H പ്ലസ് ആയിട്ട് അത് എന്ത് ചെയ്യും മാറുന്നുണ്ട്. അപ്പം അദ്ദേഹം കണ്ടെത്തിയെന്ന് വെച്ചാൽ ആസിഡിനെ വാട്ടറിൽ ഡിസോൾവ് ചെയ്യിക്കുമ്പം അത് H പ്ലസ് അയോൺസ് മീൻസ് ഹൈഡ്രജൻ അയോൺ ആയിട്ട് മാറുന്നു എന്ന് ആര് കണ്ടെത്തി അറീനിയസ് കണ്ടെത്തി. ദാറ്റ് ഈസ് നോൺ ആസ് കൺസെപ്ച്വൽ ഡെഫിനിഷൻ ഓഫ് ആസിഡ്സ്. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഇൻഡിക്കേറ്റേഴ്സ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് നോൺ ആസ് ഇൻഡിക്കേറ്റേഴ്സ്. സോ വി ഓൾ ആർ നോ അബൌട്ട് ഇൻഡിക്കേറ്റേഴ്സ്. വണ്ടിയുടെ ഇൻഡിക്കേറ്ററിനെ പറ്റിയിട്ടൊക്കെ നമുക്ക് അറിയാമായിരിക്കും അല്ലെ. നമ്മൾ പോകുമ്പോൾ ആ ഡയറക്ഷൻ ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ എന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻഡിക്കേറ്റേഴ്സ് എന്ന് വെച്ചാൽ കളർ ചേഞ്ചിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇൻഡിക്കേറ്റേഴ്സിനെ യൂസ് ചെയ്യുന്നത്. മീൻസ് ആസിഡിൽ കാണിക്കുന്ന കളർ ആയിരിക്കത്തില്ല അത് ബേസിൽ കാണിക്കുന്നത്. So indicators are utilizing for identify which one is acid and which one is base. ഏതാണ് ആസിഡ് ഏതാണ് ബേസ് എന്ന് തിരിച്ചറിയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ നാച്ചുറൽ ഇൻഡിക്കേറ്റേഴ്സും ഉണ്ട് സിന്തറ്റിക് ഇൻഡിക്കേറ്റേഴ്സും ഉണ്ട്. അപ്പൊ നാച്ചുറൽ മീൻസ് എന്തായിരിക്കും നേച്ചറൽ ഉള്ളതിൽ നിന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്തെടുക്കുന്നതായിരിക്കും നാച്ചുറൽ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. അതർവൈസ് സിന്തറ്റിക് ഇൻഡിക്കേറ്റേഴ്സ് മീൻസ് കംപ്ലീറ്റ്ലി ആർട്ടിഫിഷ്യൽ. ഓക്കെ, സിന്തറ്റിക് മീൻസ് കംപ്ലീറ്റ്ലി ആർട്ടിഫിഷ്യൽ ആയിരിക്കും ഈ സിന്തറ്റിക് ഇൻഡിക്കേറ്റേഴ്സ് എന്ന്
പറയുന്നത്. സോ നാച്ചുറൽ ഇൻഡിക്കേറ്ററിന് എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ ലിറ്റ്മസ് പേപ്പർ. ഐ തിങ്ക് ഓൾ ഓഫ് യു നോ അബൌട്ട് ലിറ്റ്മസ് പേപ്പർ. സോ ലിറ്റ്മസ് പേപ്പർ അല്ലെങ്കിൽ ലിറ്റ്മസ് സൊല്യൂഷൻ, ലിറ്റ്മസ് നമ്മൾ സൊല്യൂഷൻ ആയിട്ടും പേപ്പർ ആയിട്ടും എന്ത് ചെയ്യാറുണ്ട്, യൂസ് ചെയ്യാറുണ്ട്. അത് സ്ട്രിപ്സ് ആയിട്ടാണെങ്കിലും റെഡിലും ബ്ലൂവിലും അവൈലബിൾ ആണ്. ഇനി സൊല്യൂഷൻ ആണെങ്കിലും റെഡും ബ്ലൂവിലും തന്നെയാണ് അവൈലബിൾ ആയിരിക്കുന്നത്. ലിറ്റ്മസ് എന്ന് പറയുമ്പോൾ അതിന്റെ നാച്ചുറൽ ആയിട്ടുള്ള കളർ എന്ന് പറയുന്നത് പർപ്പിൾ ആണ്. അതിന്റെ കളർ ചേഞ്ചിലൂടെ നമ്മൾക്ക് അത് ആസിഡ് ആണോ ബേസ് ആണോ എന്ന് കണ്ടെത്താൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അത് നാച്ചുറലും ഉണ്ട് സിന്തറ്റിക്കും ഉണ്ട്. അപ്പൊ നാച്ചുറൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇനോർഗാനിക് ഓർഗാനിക് എന്ന് പറഞ്ഞതുപോലെ തന്നെ നാച്ചുറൽ മീൻസ് എന്തായിരിക്കും, നാച്ചുറൽ ഒബ്ജക്ട്സിൽ നിന്ന് നമ്മളിങ്ങനെ പ്രിപ്പയർ ചെയ്തെടുക്കുന്നതായിരിക്കും നാച്ചുറൽ ഇൻഡിക്കേറ്റേഴ്സ്. സിന്തറ്റിക് മീൻസ് കംപ്ലീറ്റ്ലി ആർട്ടിഫിഷ്യൽ ആയിട്ട് മേഡ് ചെയ്തെടുക്കുന്നതാണ് സിന്തറ്റിക് ഇൻഡിക്കേറ്റേഴ്സ്. അപ്പൊ നാച്ചുറൽ എന്ന് പറയുമ്പോൾ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നതാണ് ലിറ്റ്മസ് എന്ന് പറയുന്നത്. സോ ലിറ്റ്മസ് സൊല്യൂഷനും ഉണ്ട്, ലിറ്റ്മസ് പേപ്പറും ഉണ്ട്. സോ ബോത്ത് ദ കളർ ഈസ് ബ്ലൂ ആൻഡ് റെഡ്. അപ്പം ബ്ലൂവും റെഡും തന്നെയാണ് സ്ട്രിപ്പ് ആണെങ്കിലും സൊല്യൂഷൻ ആണെങ്കിലും കളർ എന്ന് പറയുന്നത്. ഈ ലിറ്റ്മസ് സൊല്യൂഷൻ ആണെങ്കിൽ ആസിഡിൽ നമ്മളിപ്പോ റെഡിനെ എടുത്ത് ആസിഡിൽ ഒഴിച്ചാൽ അത് എന്ത് തന്നെയായിരിക്കും, റെഡ് തന്നെയായിരിക്കും. കളർ ചേഞ്ച് ഒന്നും തന്നെ കാണിക്കില്ല. അതേസമയം ഈ റെഡ് സൊല്യൂഷൻ നമ്മൾ ഒരു ബേസിലാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ അത് എന്തിലേക്ക് കൺവേർട്ട് ചെയ്യും, ബ്ലൂവിലേക്ക് കൺവേർട്ട് ചെയ്യും. ഇതിന് ഓപ്പോസിറ്റ് റിയാക്ഷൻ ആയിരിക്കും. നമ്മൾ ഇനി ബ്ലൂ എടുത്ത് ആസിഡിൽ ഒഴിച്ചാൽ അത് റെഡിലേക്ക് കൺവേർട്ട് ചെയ്യും. ബ്ലൂ നമ്മൾ ബേസിൽ തന്നെയാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ യാതൊരു കളർ ചേഞ്ചും ഇല്ല. ഇതാണ് നമ്മൾ ലിറ്റ്മസ് എന്ന് പറയുന്നത്. ഈ നാച്ചുറൽ ഇൻഡിക്കേറ്റേഴ്സിന് ലിറ്റ്മസ് മാത്രമല്ല എക്സാമ്പിൾ എന്ന് പറയുന്നത്. പിന്നെന്ന് പറയുന്നത് കുറച്ച് എക്സാമ്പിൾസ് അധികം ഉള്ളത് റെഡ് ക്യാബേജ്, പിന്നെ അതുപോലെ ഗ്രേപ്പ് ജ്യൂസ്, ബീട്രൂട്ട്, പെറ്റൽസ് ഓഫ് സൺഫ്ലവർ, ഓൾ ആർ എക്സാമ്പിൾസ് ഓഫ് നാച്ചുറൽ ഇൻഡിക്കേറ്റേഴ്സ്. ഇപ്പം ലിറ്റ്മസ് നോർമലി നമ്മൾ യൂസ് ചെയ്യുന്നു എങ്കിലും അത് മാത്രമല്ല, അല്ലാണ്ട് കുറച്ച് നാച്ചുറൽ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുമ്പം എക്സ്ട്രാക്ട് ഓഫ് റെഡ് ക്യാബേജ്, പിന്നെ ഗ്രേപ്പ് ജ്യൂസ്, അതുകൂടാണ്ട് ബീട്രൂട്ട്, പെറ്റൽസ് ഓഫ് സൺഫ്ലവർ, ഓൾ ആർ എക്സാമ്പിൾസ് ഓഫ് natural indicators. Then second one, synthetic indicators. Normally നമ്മൾ ലാബിൽ യൂസ് ചെയ്യുന്ന സിന്തറ്റിക് ഇൻഡിക്കേറ്റേഴ്സ് ആണ് ഫിനോഫ്താലിനും മീഥൈൽ ഓറഞ്ചും. ഓക്കെ, ഫിനോഫ്താലിൻ ആൻഡ് മീഥൈൽ ഓറഞ്ച് ആർ എക്സാമ്പിൾസ് ഓഫ് സിന്തറ്റിക് ഇൻഡിക്കേറ്റേഴ്സ്. സോ ഫസ്റ്റ് വൺ ഫിനോഫ്താലിൻ. ഫിനോഫ്താലിൻ ഈസ് എ കളർലെസ് സൊല്യൂഷൻ. ഫിനോഫ്താലിൻ എന്തില്ല, കളർ ഇല്ല, അത് ന്യൂട്രലുമാണ്. ഇഫ് വി ആഡ് ദിസ് ഫിനോഫ്താലിൻ ഇൻ ആസിഡ് ഇറ്റ്സ് റിമെയിൻ കളർലെസ്. നമ്മൾ ആസിഡിലാണ് ഈ ഫിനോഫ്താലിൻ ആഡ് ചെയ്യുന്നതെങ്കിൽ അത് എന്തായിരിക്കും, കളർലെസ് തന്നെ ആയിരിക്കും. Then if we add this phenolphthalein in base, its color will be pink. ഇനി നമ്മൾ ഈ ഫിനോഫ്താലിൻ ബേസിലാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ അത് എന്ത് കളറിലേക്ക് മാറുന്നു, പിങ്ക് കളറിലേക്ക് ചേഞ്ച് ചെയ്യുന്നു. ദെൻ നെക്സ്റ്റ് വൺ മീഥൈൽ ഓറഞ്ച്. മീഥൈൽ ഓറഞ്ച്, ഓറഞ്ച് എന്നൊരു ടേം അവിടെ തന്നെ ഉണ്ട്, അതുകൊണ്ട് തന്നെ അതിന്റെ നിറം എന്താണ്, ഓറഞ്ച് നിറമാണ്. ഇനി നമ്മൾ ഈ മീഥൈൽ ഓറഞ്ച് ആസിഡിലാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ അത് റെഡിലും, ബേസിലാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ അത് യെല്ലോയിലേക്കുമാണ് എന്ത് ചെയ്യുന്നത്, കൺവേർട്ട് ചെയ്യുന്നത്. സോ സിന്തറ്റിക് ഇൻഡിക്കേറ്റേഴ്സും ഉണ്ട്, നാച്ചുറൽ ഇൻഡിക്കേറ്റേഴ്സും ഉണ്ട്. സിന്തറ്റിക് മീൻസ് കംപ്ലീറ്റ്ലി ആർട്ടിഫിഷ്യൽ ആയിരിക്കും. എക്സാമ്പിൾ ഫിനോഫ്താലിൻ ആൻഡ് മീഥൈൽ ഓറഞ്ച് ആർ എക്സാമ്പിൾസ് ഓഫ് സിന്തറ്റിക് ഇൻഡിക്കേറ്റേഴ്സ്. ഇനി ഒരു ടൈപ്പ് ഇൻഡിക്കേറ്റേഴ്സും കൂടി ഉണ്ട്, ഒൾഫാക്ടറി ഇൻഡിക്കേറ്റേഴ്സ്. ഓക്കെ, ഒൾഫാക്ടറി ഇൻഡിക്കേറ്റേഴ്സ് മീൻസ് ഓർഡർ ചേഞ്ച്. ഓർഡർ മീൻസ് എന്താണ്, സ്മെല്ല്. അതിന്റെ ആ മണത്തിൽ വരുന്ന അല്ലെങ്കിൽ സ്മെല്ലിൽ വരുന്ന ചേഞ്ച് കൊണ്ടാണ് നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നത്, അത് ആസിഡ് ആണോ ബേസ് ആണോ എന്ന് കണ്ടെത്തുന്നത്. സച്ച് ഇൻഡിക്കേറ്റേഴ്സ് ആർ നോൺ ആസ് ഒൾഫാക്ടറി ഇൻഡിക്കേറ്റേഴ്സ്. ഒൾഫാക്ടറി ഇൻഡിക്കേറ്റേഴ്സ് നമ്മൾ എക്സാമ്പിൾ ആയിട്ട് എടുക്കുന്നത് clove oil, vanilla extract, onion extract, etc. are examples of olfactory indicators. And one thing is that all these order of these olfactory indicators change, means we cannot identify the order in basic medium, but in acidic medium there is no change. Okay, ഇനി നമ്മളിത് ആസിഡിലാണ് ഈ ഒൾഫാക്ടറി ഇൻഡിക്കേറ്ററിൽ ഏതെങ്കിലും ഒന്ന് ആസിഡിൽ ആഡ് ചെയ്യുമ്പോൾ ഇവിടെ യാതൊരു സ്മെൽ ചേഞ്ചും സംഭവിക്കില്ല. എന്നാൽ ബേസിലാകുമ്പോൾ അത് എന്താണ് ആ ഒരു ഓർഡർ ചേഞ്ച് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കത്തില്ല. സച്ച് ഇൻഡിക്കേറ്റേഴ്സ് ആർ നോൺ ആസ് ഒൾഫാക്ടറി ഇൻഡിക്കേറ്റേഴ്സ്. അപ്പൊ ഇത്രയാണ് നമ്മുടെ ബേസിക് കൺസെപ്റ്റ് ആസിഡ് ബേസ് സാൾട്ട് എന്ന് പറയുന്നത്. അപ്പം ആസിഡ് എന്താണ്, ബേസ് എന്താണ്, സാൾട്ട് എന്താണ്, നോർമൽ ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ആസിഡ് ബേസ് സാൾട്ട്. ദെൻ സെക്കൻഡ് നമ്മൾ പറഞ്ഞത് ആസിഡിന് സിന്തറ്റിക്കും ഉണ്ട്, മീൻസ് ഓർഗാനിക്കും ഉണ്ട്, ഇൻഓർഗാനിക്, കുറച്ച് എക്സാമ്പിൾസ്. ദെൻ നെക്സ്റ്റ് പറഞ്ഞത് അതിന്റെ എക്സ്പെരിമെന്റൽ ഡെഫിനിഷനും കൺസെപ്ച്വൽ ഡെഫിനിഷനും. എക്സ്പെരിമെന്റൽ ഡെഫിനിഷൻ മീൻസ് എല്ലാം നമ്മൾ എക്സ്പെരിമെന്റ് ആയിട്ട് ചെയ്ത് കണ്ടെത്തിയതാണ് എക്സ്പെരിമെന്റൽ ഡെഫിനിഷൻ. ദെൻ കൺസെപ്ച്വൽ മീൻസ് അറീനിയസ് കണ്ടെത്തിയതായതുകൊണ്ട് അത് അറിയപ്പെടുന്ന അറീനിയസ് തിയറി എന്നാണ്. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇൻഡിക്കേറ്റേഴ്സ്. ആസിഡ് ബേസ് തിരിച്ചറിയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. Then there are 3 types of indicators. Types only 2 means natural and synthetic. Then one more is olfactory indicators, means order change കാണിക്കുന്നതാണ് olfactory indicators. Examples എന്ന് പറയുമ്പോൾ onion extract, vanilla extract and
clove oil are examples of olfactory indicators. Then synthetic indicators an example എന്ന് പറയുമ്പോൾ phenolphthalein and methyl orange are examples of synthetic indicators. Natural means litmus, beetroot juice, grape juice, extract of cabbage, etc. are examples of natural indicators. അപ്പം ഇത് നമ്മുടെ ആ ചാപ്റ്ററിന്റെ ജസ്റ്റ് ബേസ് ആണ്. ചാപ്റ്റർ തുടങ്ങുന്നതിന് മുമ്പ് ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞു വെച്ചിട്ട് പാഠം പഠിച്ചു തുടങ്ങുമ്പം വളരെ വേഗത്തിൽ നമുക്ക് ചാപ്റ്റർ എന്ത് ചെയ്യാൻ പറ്റും, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. കാരണം ഒരു ബേസിക് ഐഡിയ നമ്മുടെ കയ്യിൽ ഉണ്ട്. സോ ബേസ് ആയതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് പഠിക്കാം. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്